അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതാ കാറ്ററിംഗ് വർക്കാണ്. അതും ഗൾഫിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. 1 കിലോ നാരങ്ങയും 2 കിലോ വെളുത്തുള്ളി ഉണ്ട്. അത് നമ്മളെ പെരയിൽ വെച്ചിട്ടല്ല അച്ചാറിടണത്. ഞാൻ കുളത്തൂർക്ക് വിരുന്ന് പോയി എൻ്റെ പെരയിൽ വെച്ചിട്ടാണ് കേട്ടോ വർക്കൊക്കെ ചെയ്യണത്. അപ്പം നമ്മൾ ഏതായാലും ഗൾഫിക്ക് പോകില്ല. അപ്പോൾ നമ്മൾ അച്ചാറെങ്കിലും ഗൾഫിൽ പോയി വരട്ടെ, അത്രയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ അതല്ല കേട്ടോ, ഗൾഫിക്ക് പോകാനൊന്നും ഒരു ആഗ്രഹമില്ല. ബാബുവിന് ആയുസ്സിനും ആരോഗ്യം കൊടുക്കട്ടെ. നമ്മളെ പോറ്റാനില്ലേ, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട് ഒരു ഉംറ ചെയ്യാൻ. അത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പടച്ചോൻ എന്നേലും കബൂലാക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അള്ളഹാനോട് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ കുറേ ചോദിച്ചുമ്പോൾ അള്ളാഹ് ഉത്തരം തരാതിരിക്കൂലല്ലോ. അപ്പോൾ എന്നും പറയണമായി തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റ് കാണുമ്പോഴാണല്ലോ ബാക്കിയുള്ളവരെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. അപ്പം നമ്മളമ്മത നാരങ്ങയൊക്കെ നുറുക്കണത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ വീഡിയോ ഇടണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരുപാട് പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ഇതിന് പരിപാടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 കിലോ നല്ല അടിപൊളി നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെയാണ് കുറച്ച് പണിയുള്ളൂ. നാരങ്ങയൊക്കെ നുറുക്കിങ്ങാണ്ട് ഒന്ന് ഉപ്പിൽ ഒരാഴ്ച ഇട്ട് വെച്ചാലും നല്ലതാണ്. അച്ചാർ ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ. പിന്നെ ദുബായിക്കൊക്കെ എത്തിയിട്ട് നമ്മൾ ആ അച്ചാറിനെ പറ്റിയിട്ട് നല്ല നല്ല കമൻറ്റാട്ടോ വിളിച്ച് പറഞ്ഞു. നല്ല രസമല്ല അച്ചാറെന്നും, നല്ല ഇഷ്ടമായി, എല്ലാവരും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാട്ടോ നമ്മളെ കാറ്ററിംഗ് ഉയരത്തിലെത്തണേ. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യണ സമയത്തും നമുക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ വർക്കൊന്നും അല്ലെങ്കിലും ചെറിയ വർക്ക് കിട്ടിയാലും നമുക്ക് അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പോൾ അത് എല്ലാതും തോലൊഴിച്ച് കഴുകിങ്ങാണ്ട് വെള്ളമൊക്കെ നല്ല ഉണങ്ങിങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. തലേന്നാ നേരാക്കി വെച്ച് കഴുകി ശരിയാക്കിയതാണ്. പിന്നെ 2 പാക്കറ്റ് അച്ചാറും പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീർ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഉണ്ട്, അരിഞ്ഞു വെച്ചതുണ്ട് കേട്ടോ. നാരങ്ങ അതാ ഒരു കുപ്പിയിൽ നുറുക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പച്ച നാരങ്ങ അങ്ങനെ സുർക്കയിലിട്ടിട്ടാണ് കേട്ടോ അച്ചാറിടണത്. ഞാൻ തന്നെയാണ് ഫുൾ പണി. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളമ്മ ഉണ്ട്, അനുസത്തിയുണ്ട്, നാത്തൂനുണ്ട്. പിന്നെ കണ്ടറിഞ്ഞ് മുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ചാർ എന്ന് പറയുന്നത് എരി നല്ല വേണം. അയച്ചിട്ട് നമുക്ക് മസാല കൂടുതൽ ചേർക്കാൻ പറ്റൂലല്ലോ. മുളകും പൊടിയൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ട് പച്ചമുളക് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടാം. വെളുത്തുള്ളിയിലൊന്നും എളുപ്പം അങ്ങോട്ട് എരി പിടിച്ചൂല കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് ഇനി അച്ചാറിടുന്ന നേരത്തെ ഞാനൊരു കയ്യൊറ തരാൻ പറഞ്ഞു എൻ്റെ നാത്തൂനോട്. അപ്പത്തിന് ഇതാ ഒരു കയ്യൊറയെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്തായിട്ടിരിക്കണം ഒരു കാലൊറ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഏതായാലും എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി എന്തിനാണ് സോക്സ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചു. അപ്പം ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് അച്ചാറിടുന്നത്. അതിന് വലിയൊരു ചെമ്പട്ടി തന്നെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ അളക്കാനും കാര്യത്തിനുമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോൾ അച്ചാറിടണം നല്ലെണ്ണ എടുക്കുക. നല്ലെണ്ണ കൊക്കൂല കേട്ടോ. നല്ലെണ്ണ കണ്ടറിഞ്ഞ് ഒഴിച്ചണം. എന്നാലാണ് അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ പാടെ നിൽക്കണം. എന്നാലേ അച്ചാർ ഒരുപാട് കാലം ഇരിക്കുള്ളൂ. അങ്ങനെ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടിയപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ല അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ പച്ചമുളക് കണ്ടറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും എരിക്കനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇടുക. അപ്പം അത് നല്ലൊന്നും ഇങ്ങോട്ട് വാടിയിൽ എണ്ണയിൽ കടന്നൊന്നൊരു വാടട്ടോ, മൂക്കരുത്. അത് ചെയ്യുമ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഇതായി വരുമ്പോൾ എന്ത് വിചാരിച്ചിട്ടാ അച്ചാറും പൊടി ഒരു പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് അച്ചാർ പൊടി ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീർ മുളക് പൊടി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ കളറ് ചേർക്കണതിനാണ് അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി നാരങ്ങയ്ക്കൊന്ന് വെളുത്തിങ്ങനെ കാണും. അപ്പം നമുക്ക് കൂട്ടാൻ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം എണ്ണയെ കടന്നിട്ട് മസാല ഒക്കെ നല്ലപോലെ ആയിട്ട് തീ നല്ല കുറച്ച് വെക്കുക. എന്നിട്ട് ഇതാ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുർക്ക കണ്ടറിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലൊന്ന് ഇതാക്കുക. മസാലയൊക്കെ ഒന്നും പാടെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. കട്ടാവാതിരിക്കാനാണ് ഈ ചെയ്യണത്. എന്നിട്ട് ഞാൻ ഒന്നിങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഇതാ നമ്മൾ വെളുത്തുള്ളി അയക്കിട്ടു. വെളുത്തുള്ളി അയക്കിട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല മസാല ഒന്ന് പൊടിച്ചോട്ടെ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ പരുവത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടാട്ടോ. പക്ഷേ ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ ലേസം സുർക്കയും പാടെ ഒഴിച്ചിട്ട് ഒന്നും പാടെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വെളുത്തുള്ളി എന്താ വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടാനുണ്ട് ഇതിൽ കടന്നുങ്ങാണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതും അതുപോലെ തന്നെ നമുക്ക് അച്ചാറിടാനൊക്കെ കുറച്ച് മുന്നേ കിട്ടിയേക്കണേ വെളുത്തുള്ളി തോല് പൊളിച്ചിട്ട് എന്ത് ചെയ്യുക, സുർക്കയിൽ ഇട്ടേക്കുക.
ചീനമുളകോ പച്ചമുളകോ സുർക്കയിൽ ഇട്ടേച്ചാലും ഒന്നും പാടെ ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതിക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അപ്പം ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കറിയില്ല. പഞ്ചസാര ഇട്ട് കൊടുത്തു, സുർക്കയും പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായി തള വന്നാൽ മതി, നല്ല തള വരരുത്. അപ്പം നമ്മൾ അച്ചാർ രസം ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാട്ടും നല്ല പാകത്തെ വേവായിങ്ങാണ്ട് ഒന്ന് ചൂടാറോളുമ്പാട് ഇതാവാണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു തള വന്നിട്ട് നമ്മൾ മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെക്കരുത്. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിയർപ്പ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ കേടേരാനൊരു സാധ്യത ഉണ്ട്. അപ്പം ഞാൻ അത് അങ്ങോട്ട് മാങ്ങി വെച്ചു. ഇനി നാരങ്ങ എങ്ങനെയാലും നമ്മൾ ചീനച്ചട്ടിയിലാണ് ഇടുന്നത്. അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ നാരങ്ങ നുറുക്കിയ കണ്ടില്ല, ഒന്ന് കുത്തി കുലുക്കി അവിടെ വെക്കട്ടെ. ഇതിലും ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. നല്ലെണ്ണ കണ്ടറിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് കണ്ടറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവാണ് അച്ചാർ. നമുക്ക് ചോറ്റൊക്കെ ഒന്നും കൂട്ടാനില്ലെങ്കിലുണ്ടല്ലോ, ഈ അച്ചാറൊക്കെ കൂട്ടി ഇങ്ങോട്ട് ചോറ് തിന്നുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ആയിക്കാരച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി ചോറ്റിൽ. അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റൊക്കെ ഒന്ന് നല്ല മൂത്ത് വന്നപ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അയക്കും ഇതുപോലെ തന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് കാശ്മീർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ നല്ലോണം ഒന്നും ഇങ്ങോട്ട് വയന്നോട്ടെ കേട്ടോ. എല്ലാം ഇങ്ങോട്ട് വയന്നാൽ ഇതിൻ്റെയൊക്കെ കളറൊന്നും പാടെ ഇങ്ങോട്ട് കൂടി കിട്ടും. അതിനാണ് ഈ പണി ചെയ്യണത്. അപ്പം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാല കരിഞ്ഞു പോകും. അപ്പം തീ കൂട്ടണ തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ അച്ചാറും പൊടി ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയ്ക്കും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇട്ട് തന്നിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊക്കെ നല്ലോണം മാറി വന്നു. അയക്കും നമ്മളെ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നാരങ്ങ ഇട്ട് കൊടുത്തു. നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ചെറുതായി വെന്താൽ മതി. വല്ലാതെ നമ്മളെ നാരങ്ങ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഈ പണി ചെയ്യണുള്ളൂ. നാരങ്ങ ഇതിൽ കടന്നുകാണ്ട് ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആവണം, എന്നാലേ ഈ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നാരങ്ങയുടെ കയ്പ്പ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കയ്പ്പൊക്കെ നാരങ്ങ ഉപ്പേരി അച്ചാറൊക്കെ കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇനിയും വർക്ക് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പം ഇതിലും ഞാനൊരു ഇത്തിരി 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഉപ്പ് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് തരണം ചെയ്യാനാണ്. പിന്നെ എപ്പോഴും അച്ചാർ ഇടുമ്പോൾ ലേസൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലവർ ശർക്കര ഇട്ട് കൊടുക്കും, ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിക്കണ്. അപ്പം നമ്മൾ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചൂടാറോളം ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. വല്ല പല്ലോ പാറ്റയോ എന്തെങ്കിലും ചാടിയാലും നമ്മൾ കാണൂല. അപ്പം അതൊക്കെ പിന്നെ നമ്മളമ്മ നിൽക്കും. ഇവിടെ ആകുമ്പോൾ ഞാൻ വെറും തരികട പരിപാടിയാണ് കേട്ടോ. അപ്പം നല്ല കായൊക്കെ ഉണ്ട് കേട്ടോ അച്ചാറിൽ. സുർക്ക കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല. നാരങ്ങയുടെ പുളിയും ഈ സുർക്കയുടെ പുളിമ്പാടാവുമ്പോൾ ചിലപ്പം പുളി കൂടിയാലോചിച്ചിട്ട് ഞാനിപ്പോൾ ഇത്തരം സുർക്കയെ ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പാക്കാക്കുമ്പോൾ ലേശം മേലെ കൂടെ സുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി കണ്ടില്ല നിങ്ങൾ, കാശ്മീരി മുളക് പൊടി ഇട്ടാലും നമ്മൾ വെളുത്തുള്ളി വെളുത്തുങ്ങാണ്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പരുവത്തിലാണ് വെളുത്തുള്ളി ഇട്ടിക്കണത്. പിന്നെ ഞങ്ങൾ നാരങ്ങച്ചാറും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇതിങ്ങനെ ഇളക്കിങ്ങാണ്ടിരിക്കുന്നത് ചൂടാറാനാണ്. വെള്ളത്തിൽ വെച്ച് ചൂടാറ്റുന്നില്ല വെച്ചിട്ടാട്ടോ. ഫാനിൻ്റെ ചോട്ടിൽ വെച്ചുങ്ങാണ്ട് ഇങ്ങനെ ചൂടാറ്റിയാണ് നല്ലത്. അത് നമ്മൾ ചായ ആണെങ്കിലും ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ചൂടാറ്റണം, വെള്ളത്തിൽ വെച്ച് ചൂടാറ്റിയാലും ചായയുടെ ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും ഇങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ പിറ്റന്നാളാണ് പിന്നെ ഈ ചെയ്യണത് കേട്ടോ. പാക്കറ്റൊക്കെ ആങ്ങളെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ അച്ചാർ ഇടുമ്പോൾ പാക്കറ്റൊന്നും ആക്കലില്ല കേട്ടോ. പാക്കറ്റ് ആക്കാനൊന്നും അറിയില്ല. വലുത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നല്ലൊരു കുപ്പിയിലാക്കി കൊടുത്തയക്കലാണ്. പിന്നെ ഓല് വേണമെന്നുണ്ടെങ്കിൽ പാക്കാക്കും. ഞാൻ കുറേ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൾഫൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2ാമത്തെ 3ാമത്തെ വർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമൊന്നും ഞാനിങ്ങനെ കാണിച്ചിരുന്നില്ല യൂട്യൂബിൽ. പിന്നെ എനിക്ക് തോന്നി ഇതും നിങ്ങളൊന്ന് കണ്ടിരുന്നോട്ടെ കേട്ടോ. അപ്പം ഞാനിത് 3 പാക്കറ്റിലാക്കിയിട്ടാണ് ആക്കണത്. കാരണം വെളുത്തുള്ളി 2 ആക്കാണെന്ന് പറഞ്ഞിരുന്നു ഓല്. അത് 2 ആയിങ്ങാണ്ടും ആക്കണുണ്ട്. നാരങ്ങ 1 പാക്കും ഒരു ഒറ്റ പാക്കാണ് ആക്കണത്. ഇതൊക്കെ ചെയ്യണത് എങ്ങനെയായാലും അനുസരിച്ച് ഇമ്മയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടോ, ഞാൻ അങ്ങനെ നോക്കിയിരിക്കാന്നല്ല ഒന്നും. പിന്നെ ഈ ഒപ്പൊപ്പാക്കാൻ ഏറ്റവും നമ്മളെക്കാട്ടും നല്ലത് ഉമ്മയാണല്ലോ. ഉമ്മാക്കാണ് അറിയാം. ഇനി നമ്മൾ കുറേ ഈ പാക്കറ്റ് കിട്ടും, കുറേ ആ പാക്കറ്റ് കിട്ടിട്ട് പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും തിരിച്ചണത് ശരിയല്ലല്ലോ. ഇതൊക്കെ ഗൾഫിക്ക് പോവാല്ലേ. അപ്പം അമ്മ എങ്ങനെയായാലും 6 കയ്യിൽ ഒരു കവർക്കാക്കി, 6 കയ്യിലും ഈ ഒരു പാക്കറ്റൊക്കെ ആക്കിയിട്ട് എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താച്ചാ ചെയ്യാന്നൊക്കെ അമ്മ പറയണത്.
അങ്ങനെ ഇതാ പേക്കാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉരുക്കുമ്പോഴൊക്കെ നമ്മൾ ഉരുക്കിയാൽ ചിലപ്പോൾ ഒട്ടൂല. പാക്കറ്റൊക്കെ ആക്കിയിട്ട് ഇനി എന്താ വെച്ചാൽ ഒരു ചോറിൻ്റെ അവിടെ ഇങ്ങനെ ചാരി വെക്കും. ആ എണ്ണമേക്കൊക്കെ നല്ലോണം ഇങ്ങോട്ട് അടിയിലേക്ക് തന്നെ ഇറങ്ങിയാൽ ഒട്ടിച്ചാൽ നല്ല സുഖമാണ്. അപ്പോൾ അത് അങ്ങനെ സെറ്റായി. ഇനി നമ്മൾ നാരങ്ങയിൽ ഞാൻ പറഞ്ഞല്ലോ ലേസം സുർക്കയുടെ കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിന് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒറ്റ കവറിലാണ് ആക്കണത്. അതും ഇതുപോലെ കുറച്ച് നേരം ഞാൻ അവിടെ വെക്കുക. പിന്നെ ഇത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഈ അച്ചാറും ചട്ടിയും ഇതൊക്കെ ഇനി കാത്തിരിക്കണവർക്ക് കൊടുക്കാലോ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പാക്കറ്റ് ആക്കി നിങ്ങൾ കണ്ടില്ലേ. ഈ 3 പാക്കറ്റിൽ നല്ലപോലെ ഒക്കെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാങ്ങളെയാണ് ഇത് ഒട്ടിക്കണത് കേട്ടോ. ഓനാണ് ഒട്ടിക്കണത്. ഇമ്മ പിടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരുക്കുമ്പോൾ എന്താട്ടെ ലേസം വെള്ളം വെച്ചാൽ മതി. ആ വെള്ളത്തിൽ തൊട്ടിട്ട് ഒരാളിങ്ങനെ ഉരുക്കുമ്പോൾ ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അതൊക്കെ ഉമ്മയുടെ ഒരു ബുദ്ധിയാണ് കേട്ടോ. അപ്പം ഞാനാണ് ഈ ഉരുക്കണതൊക്കെ ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കണം. അപ്പം ആദ്യം തൊട്ടപ്പോൾ എൻ്റെ കൈയൊന്ന് പൊള്ളി. അപ്പത്തിന് ഇവിടെ ലേസം വെള്ളം കൊടുന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്നിങ്ങനെ തൊടുക, ഇരുമ്പൊന്നിങ്ങനെ തൊടുക, എന്നാൽ നല്ല ഒട്ടി വന്നോളും. പിന്നെ ഗൾഫിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റ കവറാകുമ്പോൾ പേടിയാണ്. ഇതിൻ്റെ മേലെ ഒരു കവറിങ്ങും പാടെ നമ്മൾ ചെയ്യും കേട്ടോ. 2 കവർ ആക്കിങ്ങാണ്ട് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങനെ പേടിക്കാമല്ലോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അളക്കിലെല്ലാം പാടാക്കിയാണ് നല്ലാണ്ട് അടച്ചേച്ചാൽ മതിയല്ലോ. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഓല് വരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. പേക്കാക്കിങ്ങാണ്ട് ഇങ്ങനെ കുത്തിച്ചാരിച്ച് വെച്ചിരിക്കുന്നു. അപ്പം എപ്പോഴും അച്ചാറിടുമ്പോൾ പൂപ്പ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൂപ്പ് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക, നല്ലെണ്ണ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ അച്ചാറിൻ്റെ മേലെ എണ്ണയുടെ ഇതിങ്ങനെ വരണം. കുറച്ച് വെള്ളം പോലെ ആക്കിയാലാണ്ട് എണ്ണപ്പാട നമ്മളെ അച്ചാറിൻ്റെ മേലെ ഉണ്ടാവുള്ളൂ. അളക്കിൽ അച്ചാറിട്ടത് കോയമ്പിങ്ങാണ്ടാവുമ്പോൾ ചിലപ്പം പൂക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കയ്യിലിടുമ്പോൾ എന്താട്ടോ ഉണങ്ങിയ കയ്യിലിടുക. നമ്മൾ വെള്ളം കഴുകിങ്ങാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടാൽ അതൊക്കെയാണ് അച്ചാർ പെട്ടെന്ന് കേടാരാല കാരണം. അല്ലാതെ നമ്മൾ അച്ചാറിൽ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. പേടിച്ചാതെ കൂട്ടാം. അപ്പം നല്ല സന്തോഷമായിട്ടോ ഇങ്ങനെ അച്ചാറിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒന്നും പാടെ പറയണു, നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് വളരെ കമ്മിയാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് ഒട്ടിച്ചൽ കഴിഞ്ഞാണ്ട് എക്സ്ട്രാ കഷ്ണങ്ങളൊക്കെ കൈമന്ന് വെട്ടിയെടുക്കുകയാണ്. ഒരു പേപ്പറും പാടെ ഇടാണ്ടല്ലോ. അത് ഒട്ടിച്ചുമ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വെട്ടിയെടുത്തുങ്ങാണ്ട് നല്ല വൃത്തി പോലെ കൊടുക്കണമല്ലോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത വർക്കും കിട്ടിയിരിക്കണത് വെളുത്തുള്ളിയാണ് കിട്ടിയിരിക്കണത്. അതുപോലെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാങ്ങ ഇപ്പോൾ ഒരു സീസൺ അല്ലല്ലോ. അപ്പം പിന്നെ കിട്ടൂല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓലെന്നെ കൊടുന്ന് തരട്ടെ. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഓല് വന്നിട്ട് ഇത് വലിയൊരു കവറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് സമാധാനമായിട്ടോ. ഇനി ഇൻഷാ അല്ലാ ഇന്നത്തെ കാറ്ററിംഗ് ഒക്കെ നമ്മൾ അവിടെ ഈ കാരം കുളത്തൂരത്തെ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളെങ്ങനെ ആയാലും നാളെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇനി അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇത്രയും 2ാമത്തെ കവർ ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും നമുക്കിതിലേക്ക് വരില്ല. സമാധാനമായി കൊടുക്കാമല്ലോ. ഞാനൊരിക്കലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കില്ല കേട്ടോ. ഞാനൊരു കുപ്പിയിലാക്കി കണ്ടാണ് ഇട്ട് കൊടുക്കല. ഞങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങനെ വർക്കുകൾ ഇങ്ങനെ കിട്ടിങ്ങാണ്ടിരിക്കണു. എനിക്ക് വയ്ക്കണ വർക്കൊക്കെ ഞാൻ എടുക്കലുണ്ട്. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിളി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കൊരാൾക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്താലും ആ ആളൊരു അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നല്ല അഭിപ്രായം തന്നെ കേട്ടു. അങ്ങനെ അച്ചാർ കൊണ്ടുവരാൻ വന്നോല് പോവുകയാണ് കേട്ടോ. 2 കുട്ടികളാണ് വന്നിക്കണത്. അപ്പം ഇനി ഒരു അച്ചാർ കൊണ്ടുപോവാണ്. അപ്പോൾ ഒന്നും പാടെ പറയണു, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് നിർബന്ധമായും ചെയ്യുക. അതും ആദ്യം തന്നെ ചെയ്യരുത്. ഇനി ഇൻഷാ അല്ലാ നാളെ നമ്മളെ കുക്കിങ്ങും വ്ളോഗൊക്കെ കാരം ഇവിടുന്ന് പോണൊരു വീഡിയോ പാടെ വരും. പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ കുക്കിംഗ് കാരം വരും. എല്ലാവരോടും അസ്സലാമു അലൈക്കും.